ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോഴേ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെടീനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം ഒരുപാട് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന സ്ട്രോബിലാന്തസ് അൾട്ടർനാന്ത എന്ന് പറയുന്ന ഒരു പ്ലാന്റിനെ കുറിച്ചിട്ട് പറയാനാണേ. അങ്ങനെ കേട്ടപ്പം നിങ്ങളിൽ പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. മുറുകൂടിപ്പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മുറുകൂടിപ്പച്ച നമ്മളൊരു അലങ്കാര ചെടിയായിട്ട് നടാറുണ്ട്, ഗ്രൗണ്ട് കവറിങ് ആയിട്ടും അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ഒക്കെ. അപ്പം അത് ഏത് പ്ലാന്റ് ആണെന്ന് അറിയണ്ടേ? അതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്. ഇതാണ് സ്ട്രോബിലാന്തസ് അൾട്ടർനാന്ത എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ വിശദമായ കാര്യങ്ങൾ കേൾക്കണമെങ്കിൽ അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. അന്നേരം നമ്മുടെ മുറുകൂടി അഥവാ സ്ട്രോബിലാന്തസ് അൾട്ടർനാന്ത എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റിന് ഇപ്പോൾ ഒരു 2.5 മാസം കൊണ്ട് ഭയങ്കര ഡിമാൻഡാണ്. അപ്പം എന്താ പറയുക, ആ ഒരു പ്ലാന്റിന് ഇത്രയും ഡിമാൻഡ് വരാൻ കാരണമെന്ന് പറയുന്നത് തിരുവനന്തപുരം പാലോടുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻകാർ ഇതിൽ നിന്നുള്ള നാനോ ടേപ്പ് വികസിപ്പിച്ചെടുത്തു. ഒരുപാട് പരീക്ഷണങ്ങൾക്കും കണ്ടുപിടുത്തങ്ങൾക്കും ഒടുവിൽ അവർ ഇതിൽ നിന്നുള്ള നാനോ ടേപ്പ് കണ്ടുപിടിച്ച് വിപണനം ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഈ ഒരു പ്ലാന്റിന് ഇത്രയും ഡിമാൻഡ് വന്നത്. പക്ഷേ അത് മുതലാക്കാൻ വേണ്ടി ഒരുപാട് വീഡിയോസ് പുറത്ത് വന്നിട്ടുണ്ട്. $6000 അതായത് മില്ലിഗ്രാമിന് ഇത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ എന്നാൽ നമ്മളെ പോലുള്ളവർക്ക് ഇത് അങ്ങനെയൊന്നുമല്ല. നമുക്ക് സ്വാഭാവികം ഒരു അലങ്കാര ചെടി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള ഒരു മുറുകൂടിപ്പച്ച, കാരണം നമ്മൾ ഒരുപാട് ഔഷധ ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന കൂട്ടത്തിൽ നട്ടുപിടിപ്പിക്കാം എന്നേ ഉള്ളൂ. അപ്പോൾ ചെറിയ വിലയൊക്കെ കൊടുത്തിട്ട് ഇപ്പം ഇല്ലാത്തവരാണെങ്കിൽ വാങ്ങി വെക്കുക. അതല്ല ബന്ധുക്കളെ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത് വെക്കാവുന്നതുമാണ്. കാരണം ബന്ധുക്കളുടെയും ഫ്രണ്ട്സുകളുടെയൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ. കാരണം ഇത് എല്ലായിടത്തും ഉള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഈ ഒരു ചെടി നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകളെ കരിക്കാനുള്ള ശേഷി ഇതിനുണ്ട് കേട്ടോ. ഇതിൻ്റെ നീരുകൾക്ക് ഇന്തോനേഷ്യയിൽ നാട്ടുമരുന്നായി അറിയപ്പെടുന്ന ഈ ഒരു ചെടി ബ്രിട്ടനിലോ അമേരിക്കയിലും വരുമ്പോൾ അലങ്കാര ചെടിയായി മാറുന്നു. അപ്പം ഈ ചെടിയുടെ കളറുകളൊക്കെ ഇതാണ്. അടിയിലിങ്ങനെ പർപ്പിൾ കളറും മുകളിൽ ഈ ഒരു കളറും വരും. എന്നാൽ ഇത് നമ്മൾ പൂർണ്ണമായി നല്ല വെയിലടിക്കുന്നൊരു ഭാഗത്താണ്, സൺലൈറ്റ് നന്നായിട്ട് കിട്ടുന്നൊരു ഭാഗത്താണ് ഇത് വയ്ക്കുന്നതെങ്കിൽ ഇത് നല്ല കളറിൽ വരും. ഈ ഒരു മുകൾ ഭാഗമെല്ലാം ഈ ഒരു കളറൊക്കെ, അതായത് ഒരു സിൽവറും ഗ്രീനൊക്കെ ചേർന്നിട്ടുള്ളൊരു കളറാണ്. ഇത് കുറച്ചും കൂടെ നല്ല പർപ്പിൾ മുകളിൽ വരും. അതുപോലെ തന്നെ ഈ ചെടിക്ക് എന്താ പറയുക, വെളിച്ചം ഇല്ലെങ്കിൽ കൂടിയും കിളിക്കുന്നൊരു പ്ലാന്റാണ്. അപ്പം വെളിച്ചം ഇല്ലാത്ത അപ്പോഴേ എല്ലാവരും ഇത് പണ്ട് എൻ്റെ വീട്ടിൽ കിണറിൻ്റെ സൈഡിലായിട്ട് എൻ്റെ ഉമ്മ ഇത് ഒരുപാട് ഇങ്ങനെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിത് ഒരു കട്ടിങ്സ് ഇത്ര പോകുന്ന ഒരു കട്ടിങ്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് പടർന്ന് കിളിക്കുന്നൊരു ചെടിയാണ്. നമ്മൾ ഒരിക്കൽ ഈ ചെടി നട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് പോവേ ഇല്ല, അവിടെ കിടന്ന് കിളിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഇത് വേനൽക്കാലത്ത് ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലാത്ത സമയങ്ങളിൽ, അതായത് മഴ സമയങ്ങളിൽ ഇത് കിളിച്ച് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കഷണം മാത്രം നിങ്ങൾ എടുത്തുകൊണ്ട് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ ആയിട്ട് നട്ടതിന് ശേഷം ഇതിനെ പിന്നെ ഒഴിവാക്കി, അതായത് ഹാങ്ങിങ് പോട്ടുകളിൽ നിന്ന് ഒഴിവാക്കി സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അന്നേരം ഇതിപ്പോൾ പറമ്പിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കഷണം മാത്രം എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ഇത് ഞങ്ങളിവിടെ യൂസ് ചെയ്യലുണ്ട്. അതായത് നമ്മുടെ കൈയൊക്കെ മുറിയുന്ന സമയത്ത്, അടുക്കളയിലൊക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ കൈ വിരൽ തുമ്പൊക്കെ മുറിയാറില്ലേ, ആ ഒരു സമയത്ത് കുട്ടികൾ വീണിട്ട് കാലൊക്കെ ഇങ്ങനെ ഉരത്തിയിട്ട് മുറിയുന്ന ഒരു ടൈമിലൊക്കെ ഇത് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ നീര് തേച്ച് കൊടുക്കലുണ്ട്. അപ്പോൾ വേഗം തന്നെ ആ മുറിവ് കരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും ഇപ്പോൾ മുറിവ് ഉണ്ടാവുകയാണെങ്കിൽ ഒരിത്തിരി ഒന്ന് കൈ നനയ്ക്കുക. അതിനുശേഷം ഇതെടുക്കുക, നന്നായിട്ട് നമ്മുടെ കയ്യിലിട്ടൊന്ന് തിരുമ്മുക. നല്ല കളറായിട്ട് കിട്ടുന്ന ഒരു നീരുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ മുറിവിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. കണ്ടോ, ഇങ്ങനെ ഒഴുകുന്ന കണ്ടില്ലേ, കണ്ടോ. ഇത് മുറിവിൽ പുരട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് മുറിവ് കരിഞ്ഞ് കിട്ടും. ഇതാണ് കളറ് വന്നിട്ട്. അപ്പം കണ്ടോ, ഒരു ശകലം വെള്ളം മാത്രമേ ഇറ്റിച്ച് കൊടുക്കാവുള്ളൂ. അതായത് നമുക്കതൊന്ന് പിഴിയാനുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രം. അതിനുശേഷം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചൊറി, ചുണങ്ങ്, കത്തിക്കൊണ്ടുള്ള മുറിവുകൾ, അങ്ങനെ എത്ര കരിയാത്ത മുറിവുകളായിക്കോട്ടെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു ചെടി വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളറ്. ഇതിന് നല്ല വീര്യമാണ്. നമ്മുടെ കയ്യിൽ എത്ര മുറിവും നമുക്ക് കരിഞ്ഞ് കിട്ടും. കണ്ടില്ലേ,
അപ്പോൾ ഇത് അനുഭവം ഉണ്ട് കേട്ടോ. ഞാൻ മിക്ക കാര്യങ്ങളും ഞാൻ എൻ്റെ ഇതിൽ എനിക്ക് ഫലവത്തായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച് എനിക്ക് പ്രയോജനപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. പിന്നെ ഇത് നമ്മുടെ ദേഹത്തൊന്നും ആയാലൊന്നും ചൊറിച്ചിലോ അങ്ങനെ ഒരു അലർജി സംബന്ധമായി, കാരണം അലർജി കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെ ചണ്ടിയിട്ട് അപ്പോൾ അത് കളയുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സ്ട്രോബലാന്തസ് അൾട്ടർനാന്ത എന്ന് പറയുന്ന ചെടീന് ഒളിച്ചിരിക്കുന്ന ഒരു രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ഈ ഒരു 2.5 മാസം കൊണ്ട് ഇതിന് വളരെ പ്രചാരത്തിൽ വീഡിയോസും കാര്യങ്ങളും ഒക്കെ വരുന്നതുകൊണ്ട് ഈ ഒരു ചെടി അപ്പോഴാണ് ഫേമസ് ആയത്. അത് എല്ലാവരും ചവിട്ടുകൊട്ടയിൽ കൊണ്ട് കളഞ്ഞിരുന്നതാണ്, ഒഴിവാക്കിയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അപ്പം ആരും ഒഴിവാക്കണ്ട. ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ വീട്ടിൽ നിലനിർത്തുന്നത് നല്ലതാണ്. കാരണം കുട്ടികളുള്ള വീടായിക്കോട്ടെ വലിയവരുള്ള വീടായിക്കോട്ടെ എപ്പോഴെങ്കിലും നമ്മുടെ കൈയൊക്കെ ഒന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനപ്പെടും എന്നുള്ളതാണ് സത്യം. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് പ്ലാന്റ് വാങ്ങണ ഒരുപാട് ആൾക്കാരുണ്ട്, പിന്നെയും എൻ്റെ വീഡിയോസ് കാണുന്നവർ. പക്ഷേ എങ്കിൽ കൂടി അവർ എൻ്റെ PM വന്നിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യലുണ്ട്, വീഡിയോസ് കണ്ടായിരുന്നു, നല്ലതായിരുന്നു, ആ വീഡിയോസിൽ ഈ ചെടിയുണ്ടോ ആ ചെടിയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ കമൻറ്റ് ബോക്സിൽ വരില്ല, അവർക്ക് എന്തോ ഒരു പേടിയാണ്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, കമൻറ്റ് ബോക്സിൽ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ ബൈ.